പുനർനിർമ്മാണം പൂർത്തിയായ പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ കലശ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഈ മാസം 26-ന് തുടങ്ങിയ ചടങ്ങുകൾ ഫെബ്രുവരി 2-ന് നടക്കുന്ന ബ്രഹ്മകലശത്തോടെ സമാപിക്കും. കലശ ചടങ്ങുകൾ ദർശിക്കാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് ഓരോ ദിവസവും ക്ഷേത്രത്തിലെത്തുന്നത്. വ്യാഴാഴ്ച ക്ഷേത്രത്തിലെ ഉപദേവതമാരായ ശ്രീകൃഷ്ണൻ, അയ്യപ്പൻ വിഗ്രഹങ്ങളുടെ പുനഃപ്രതിഷ്ഠയാണ് നടന്നത്. രാവിലെ മുളപൂജ, പ്രായശ്ചിത്ത ഹോമം, ശാന്തിഹോമം എന്നിവയ്ക്ക് ശേഷം ഉപദേവതകൾക്ക് കലശപൂജയും കഴിഞ്ഞാണ് പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടന്നത്. തുടർന്ന് കലശാഭിഷേകവും ഉണ്ടായിരുന്നു. നിരവധി ഭക്തരാണ് പ്രതിഷ്ഠാകർമ്മങ്ങളിൽ പങ്കെടുത്ത് അനുഗ്രഹം തേടിയത്. ക്ഷേത്രം തന്ത്രി പെരിങ്ങേരിമന വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായാണ് ചടങ്ങുകൾ നടക്കുന്നത്. 8 ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങുകളിൽ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ക്ഷേത്രത്തിലെത്തിയതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ദേവസ്വം സെക്രട്ടറി സജികുമാർ അറിയിച്ചു. കൂടാതെ 1.5 വർഷം കൊണ്ട് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 1.5 വർഷമായി ഇതിൻ്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചിട്ട്, 2.5 വർഷമായി ഇത് തടിവെട്ട് ഉൾപ്പെടെയുള്ള ജോലികൾ ആരംഭിച്ചു എങ്കിലും 1.5 വർഷമായിട്ടാണ് ക്ഷേത്രം പൊളിച്ചതിന് ശേഷമുള്ള പണികൾ ആരംഭിച്ചത്. അത് ഇത്രയും പെട്ടെന്ന് ഇവിടെ പൂർത്തിയാക്കാൻ സാധിച്ചത് തിരുവള്ളിക്കാവിലമ്മയുടെ അനുഗ്രഹം മാത്രമാണ്. ഈ സമീപ പ്രദേശത്തൊന്നും ഇത്രയും പെട്ടെന്ന് ഒരു ക്ഷേത്ര പുനർനിർമ്മാണം നടത്തിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അത് എല്ലാം ഭക്തജനങ്ങളുടെയും ഈ നാട്ടിലെ ജനങ്ങളുടെയും അകന്നറിഞ്ഞ ഒരു നിർലോഭമായ സഹകരണം ഇതിനെല്ലാം പിന്നിലുണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും വിസ്മരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഈ നാട്ടിലെ ജാതിഭേദമന്യേ എല്ലാവരും അകമഴിഞ്ഞ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ആ സഹായം ഞങ്ങൾ ഇന്നും സ്മരിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുന്നോട്ടുള്ള വികസന പ്രവർത്തനത്തിലും എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണമെന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. 800 വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം ഇത്ര ചുരുങ്ങിയ കാലയളവിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് നാനാജാതി മതസ്ഥരായ നാട്ടുകാരുടെ സഹകരണം കൊണ്ടുകൂടിയാണെന്ന് ദേവസ്വം പ്രസിഡന്റ് രാജേന്ദ്രൻ നായർ പറഞ്ഞു. നാനാജാതി മതസ്ഥരായ വിശ്വാസികളുടെ ആശയവും അഭിലാഷവുമായിരുന്നു നമ്മുടെ ക്ഷേത്രം നവീകരിക്കുക എന്നുള്ളത്. ഏകദേശം 800 വർഷത്തിന് മേൽ പഴക്കമുള്ള ഈ ക്ഷേത്രം കാലപ്പഴക്കം കൊണ്ട് ജീർണോദ്ധാരണം അത്യാവശ്യമായി വന്ന സാഹചര്യത്തിലാണ് കമ്മിറ്റിയും പൊതുയോഗവും ഇത് നവീകരിക്കാൻ തീരുമാനിച്ചത്. ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായവും വിശ്വാസവും അവർക്ക് ദേവിയിലുള്ള വിശ്വാസവും കൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇതിനാവശ്യമായ 5 കോടി രൂപ സമാഹരിക്കുവാനും അതിനാവശ്യമായ തടിയും മറ്റു സാധനങ്ങളും സമാഹരിക്കുവാനും വളരെ എളുപ്പത്തിൽ സാധിച്ചു. അതുപോലെ ഇതിന് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ഇതെല്ലാം തരികയും ചെയ്ത നല്ലവരായ ഭക്തജനങ്ങളോട് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയും ക്ഷേത്രത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അവരുടെ പിന്തുണയും സഹായവും അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദാരുശില്പ മാതൃകയിൽ 5 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ ദേവസ്വം ഓഫീസിന്റെയും പ്രദക്ഷിണ വഴിയുടെയും പണികൾ പൂർത്തിയാക്കാനുണ്ടെന്ന് ജനറൽ കൺവീനർ അനിൽകുമാർ അറിയിച്ചു. ക്ഷേത്ര സമർപ്പണത്തിന് മുന്നോടിയായി ശ്രീഭദ്രം ഭവനത്തിന്റെ താക്കോൽ ദാനം ചാണ്ടി ഉമ്മൻ MLA നിർവഹിച്ചിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. ഇനിയും ഒരു ഓഫീസ് നിർമ്മാണത്തിന്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ പ്രദക്ഷിണ വഴി ആണ് ഞങ്ങൾക്ക് ഇനി ചെയ്ത് തീർക്കാനുള്ളത്. കൂടാതെ ഞങ്ങൾ അന്ന് നിർമ്മാണ ഘട്ടത്തിൽ ആരംഭഘട്ടത്തിൽ പറഞ്ഞിരുന്ന ഒരു ശ്രീഭദ്രം ഭവന പദ്ധതിയുടെ താക്കോൽദാനം കഴിഞ്ഞ 25-ാം തീയതി ചാണ്ടി ഉമ്മൻ MLA നിർവഹിച്ചിട്ടുണ്ട്. അന്നത്തെ സാംസ്കാരിക സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി VN വാസവനാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പാമ്പാടി.